കഴിഞ്ഞ ദിവസമേ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടത് ഓർക്കുന്നുണ്ടോ? ജമ്മുവിൽ വീരമൃത്യു വരിച്ച കോൺസ്റ്റബിൾ ഗുർനാം സിംഗിൻ്റെ പ്രതിമ ഒരു ചുവന്ന പുതപ്പ് ചുറ്റി നിൽക്കുന്നത്. അത് വെറുമൊരു പ്രതിമയല്ല. 2016 നമ്മുടെ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച കോൺസ്റ്റബിൾ ഗുർനാം സിംഗിൻ്റെ സ്മാരകമാണത്. ജമ്മുവിൽ തണുപ്പ് കൂടിയപ്പോൾ മരിച്ചുപോയ മകൻ്റെ പ്രതിമയ്ക്ക് ഒരു ചുവന്ന കമ്പിളി പുതപ്പിക്കുന്ന സർദാർനി ജസ്വന്ത് കൗർ എന്ന ഒരു അമ്മ. ആ അമ്മ ഇന്നും വിശ്വസിക്കുന്നത് തൻ്റെ മകൻ ജമ്മുവിലെ മഞ്ഞുവീഴ്ചയിൽ അതിർത്തി കാക്കുകയാണെന്നാണ്. തൻ്റെ മകൻ മരിച്ചിട്ടില്ലെന്നാണ്, അവന് തണുക്കുന്നുണ്ടാകുമെന്നാണ്. ആ കരുതലാണ് ആ ചുവന്ന പുതപ്പുമായി അമ്മയെ പ്രതിമയുടെ അടുക്കലേക്ക് എത്തിച്ചത്. ആ അമ്മയുടെ സ്നേഹം നമ്മൾ ഇന്ത്യക്കാരുടെയൊക്കെയും ആത്മബന്ധത്തിൻ്റെ അടയാളം കൂടിയാണ്. ആരാണ് ഗുർനാം സിംഗ്? 2016 ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ കത്വ സെക്ടറിൽ പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞുകയറാൻ ശ്രമിച്ചപ്പോൾ ഒരു വൻമതിൽ പോലെ അവർക്ക് മുന്നിൽ നിന്ന 26 വയസ്സുകാരൻ ഗുർനാം സിംഗ്. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അതിശക്തമായി വെടിയുതിർത്തു. ഒടുവിൽ ഒരു സ്നൈപ്പർ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ തലയിൽ തറച്ചു. മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് ഗുർനാം സിംഗ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തിയിരുന്നു, ഒരു ഭീകരനെ വധിച്ചിരുന്നു. ഗുർനാം സിംഗിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ഉത്തരവാദിത്തം എന്നുള്ളതാണ്. തനിക്ക് ചുറ്റും മരണം പെയ്തിറങ്ങുമ്പോഴും തൻ്റെ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ചിന്തിക്കാൻ ഒരു പ്രത്യേക കരുത്ത് വേണം. ആ കരുത്താണ് യഥാർത്ഥ ദേശാഭിമാനം. ഇന്നും മകൻ്റെ പ്രതിമയെ ചുംബിക്കുന്ന, അവന് പുതപ്പ് നൽകുന്ന ആ അമ്മയുടേത് വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ മകനോടുള്ള ആ അമ്മയുടെയും ഈ നാടിൻ്റെയും തീരാത്ത കടപ്പാട് കൂടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിതമായ ഉറക്കത്തിന് പിന്നിൽ ഇങ്ങനെയുള്ള എത്രയോ അമ്മമാരുടെ കണ്ണീരും എത്രയോ വീരപുത്രന്മാരുടെ രക്തവും ഉണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഗുർനാം സിംഗിനെ പോലെ ജീവൻ നൽകിയ ഓരോ ദേശാഭിമാനികളോടും നമുക്ക് ചെയ്യാവുന്ന ഏക നന്ദി, നമ്മുടെ രാജ്യം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഗുർനാം സിംഗിൻ്റെ ധീരതയെയും ആ അമ്മയുടെ പവിത്രമായ സ്നേഹത്തെയും ഓർക്കുമ്പോൾ ഭഗത് സിംഗിൻ്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. അവർക്ക് എൻ്റെ ജീവൻ എടുക്കാം, പക്ഷേ എൻ്റെ ചിന്തകളെ കൊല്ലാനാവില്ല. അവർക്ക് എൻ്റെ ശരീരം തകർക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ എൻ്റെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ല. ഗുർനാം സിംഗ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, എങ്കിലും ആ ചുവന്ന പുതപ്പിനുള്ളിലെ ചൂടായി അദ്ദേഹം ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്താകട്ടെ. ഗുർനാം സിംഗിനും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ഓരോ പട്ടാളക്കാർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് കരുത്തായി കാവലായി അതിർത്തികളിൽ ഉറങ്ങാതെ ആ അതിർത്തികളെ കാക്കുന്ന, നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഓരോ ജവാന്മാർക്കും ഒരു ബിഗ് സല്യൂട്ട്.